കഴിഞ്ഞ തവണ മേടിച്ച ഫുള്ള് കമ്മ്യൂണിസ്റ്റ് ചേട്ടാ. രവി എന്നാ നീ ഒരു കാര്യം ചെയ്യും, കൺസ്യൂമർ റോഡിൽ പോയിട്ട് കേസ് കൊടുക്ക്. എന്റെ പൊന്നു സാറേ, അങ്കമാലിയുള്ള യുക്ലാം രാജന്റെ നിന്ന് മേടിച്ച് കഞ്ചാവിൽ പകുതി മുക്കാലും കമ്മ്യൂണിസ്റ്റ് പച്ചായിരുന്നു. ഞങ്ങൾക്ക് നീതി ലഭിക്കണം. എന്റെ പൊന്നു മോനെ, എന്റെ വീട്ടിൽ പിന്നിൽ നട്ടുണ്ടാക്കുന്ന സാധനമല്ല. നിനക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ പറയും. വേണം. എത്ര വേണം നിനക്ക്? 2 എണ്ണം. 2 എണ്ണം. അന്ന് നീ 3 തോട്ടിൽ പോയി മേടിച്ചോ. അങ്ങനെയാണ് അവള് പോണേ പോട്ടാ, മാം വിടുന്നേ. അവള് പോണേ പോട്ടാ. പല പല പരിപാടി നോക്കി മാറ്റാട്ടെ, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലേ. അങ്കമാലികൾ അച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ പോർക്കച്ചവടം തന്നെ വേണം. ശരിയല്ലേ ചേട്ടാ? ഈ പരിപാടി അങ്ങ് നിർത്തിക്കോ. ഇതിനി ഞങ്ങൾ നോക്കിയോണ്ട് നമുക്കും ജീവിക്കണ്ടേട്ടാ. അതെങ്ങനെ ശരിയാവണം മോനെ? പോർക്കിനെ അടിച്ചുള്ള കൂടെ ഇല്ലേ, അതെടുത്ത് തലഞ്ഞ അടിച്ചു വിളിക്കും. അപ്പൊ ശരിയാവും. എന്താ മോനെ? ചേട്ടാ ഒരു 2 kg പോർക്ക് മീറ്റ് വേണം. തൊടയുടെ ഇറച്ചിനെ വേണം കേട്ടോ. മോനൊരു പെണ്ണടി കൊണ്ടുവരുമ്പോ ആവശ്യമുള്ള സാധനം മാത്രമാണോ കൊണ്ടുവന്നേ? അതിന് കൈ, കാല്, കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ ഉണ്ടാവും. അപ്പൊ അല്പം തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ പോവാ. സമയം കളിയില്ല എന്റെ പൊന്നു പോലെ. അവിടെ എത്രയാണ്? എന്താ പോന്നേ? അല്ല ചേട്ടാ, നമ്മള് ചോദിച്ച കാര്യം പറഞ്ഞു. വെട്ടി കൊടുത്തറ. എന്തുട്ടാ അറിയണ്ടേ? ഇവിടുത്തെ കച്ചവടത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാന്ന് അറിയാൻ കച്ചവടമൊക്കെ തിരക്കില്ല. അങ്കമാലില് പന്നി കച്ചവടത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരിശരം, കൊറ്റമം, മലയാറ്റൂര്, പ്ലാന്റേഷൻ, മഞ്ഞപ്ര, തുറവൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഹോൾസെയിൽ പോണത്. എറണാകുളം, ചമ്പക്കര വരെയും പോകുന്നുണ്ട്. മലയാറ്റൂർ വരുന്നത് കഴിഞ്ഞ് ഞാൻ മാർക്കറ്റിൽ വന്ന് ആൾക്കാർ 2 കിലോ ഇറച്ചി മേടിച്ചിട്ട് പോകുള്ളൂ. എയർപോർട്ടിൽ വരുന്നവൻ ഇവിടുന്ന് പന്നി മേടിക്കാൻ പോകില്ല. ദേവിന്റെ കാരണവർക്ക് അറിയാലോ. അങ്കമാലി എന്ന് പറഞ്ഞാൽ, അങ്കമാലി പോർക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് അല്ലേ. ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ കച്ചവടാ. നമ്മളെ അങ്കമാലിക്കാര് തിന്നണതും നാട്ടുകാരെ തിരിക്കണതും ഒക്കെ പടം നോക്കി കഴിഞ്ഞാൽ ഒരു 4-4.5 കോടി രൂപയുടെ കച്ചവടം ഉണ്ടാവും. 4.5 കോടി രൂപയുടെ ചില്ലറ കളിയാ. നീ ഇത് തമാശ എഴുതിയേ. 4.5 കോടി രൂപയുടെ ബിസിനസ് ഉണ്ട്. എന്താ നിനക്ക് തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? ചെറുതായിട്ട് തുടങ്ങാനുള്ള പരിപാടി. എന്നാ തുടങ്ങിയ രക്ഷപ്പെടും. ഞാൻ എവിടെ നിന്ന് പോർക്കെടുത്തോളാ? രവിനെ കാണാൻ വന്നാണ്. എന്നാ ദേ അവൻ പോണെന്ന് അവനോട് സംസാരിക്കടാ. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ. അപ്പൊ ശരി, എന്നാ ഞങ്ങളൊന്ന് അവനെ കണ്ടിട്ടൊന്ന് കാര്യങ്ങൾ സംസാരിക്കട്ടെ. എന്നാ ശരി, എന്നാ എങ്ങനെയുണ്ടെങ്കിൽ വിളിച്ചോടാ. ശരി ചേട്ടാ. കൊടുത്തുവിടാടാ. ശരി, പോർക്കിനടിക്കാൻ പോണെന്നാ. നീ ഇതൊക്കെ തന്നെ ചെയ്യണ്ടേ. അപ്പൊ എത്ര സ്റ്റാൾ ഉണ്ടോ? 2 സ്റ്റാൾ ഓൾറെഡി ഉണ്ട്. ഒരു 3 പുറത്തിടാന്നുള്ള ഐഡിയ ആണ്. ഒന്നുമില്ലടാ, അവന്റെ അമ്മയ്ക്കൊരു കല്യാണം ആലോചിക്കാനേ. തേണ്ടിന്റെ അടുത്ത് കാലത്ത് വരാൻ പറഞ്ഞ ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ? ചോളക്ക് 350 കിലോ വെച്ചാൽ 10-25 അടിക്കേണ്ടി വരുള്ള. അത് വേണ്ടി വരും. തോമസ് ഏട്ടാ, കുറച്ച് കാശുള്ള വീട്ടില് ഇഷ്ടച്ചോടെ നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാ ശരിയും ഞാൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാ. അപ്പൊ സാധനം സ്കൂളിലേക്ക് തരില്ലേ? നീ ഇപ്പൊ എന്താ കേബിൾ ടിവിയുടെ പരിപാടി ഉണ്ടടാ. പിന്നെ ഈ പരിപാടിയിൽ ഞാനുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈസ്റ്റർ തലേദിവസം പോരെ. അപ്പൊ ഓക്കെ, പരിപാടികളൊക്കെ ഞാൻ പൈസ പിന്നെ 2 എണ്ണം നമ്മൾ അടിച്ചാലോ? ആയിക്കോട്ടെ.